നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ 147 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടുകൂടി രാജ്യം കനത്ത ആശങ്കയിൽ തന്നെയാണ്. പ്രവാസികളുടെ കാര്യം ഈ അവസരത്തിൽ വളരെ കഷ്ടമായി തന്നെ തുടരുകയാണ്. കാരണം നിരവധി പേരാണ് തങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് ജോലിയില്ലാതെ, ശമ്പളം ലഭിക്കാതെ കഴിയേണ്ടി വന്നിരിക്കുന്നത്. ഇതോടുകൂടി കനത്ത ആശങ്കയിലാണ് പ്രവാസികളും അതേസമയം അവരെ ആശ്രയിച്ചു കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങളും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ സേഫ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിലും പറയാനുള്ളത്. സൗദിയിൽ നിന്ന് 147 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ കനത്ത ആശങ്കയിലാണ് സൗദിയിലുള്ള ജനങ്ങളും. രാജ്യത്ത് ഇതോടെ രോഗബാധിതരുടെ എണ്ണം 2752 ചൊവ്വാഴ്ച രാവിലെ 9:45 ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് അപ്ഡേറ്റിൽ വെബ്സൈറ്റാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രോഗബാധിതരിൽ 2163 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഈ രാജ്യത്ത് 38 പേരാണ് കോവിഡ് ബാധയെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയത്. 551 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ചികിത്സയിൽ കഴിയുന്നവരിൽ 41 പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ഉള്ളവരാണെന്നുള്ളതാണ് ശ്രദ്ധേയമായ വസ്തുത. കോവിഡ് പ്രതിരോധ നടപടികൾ മാസങ്ങളോളം നീട്ടിവെക്കേണ്ടി വരുമെന്ന് സൗദി ആരോഗ്യമന്ത്രി മുഹമ്മദ് അബ്ദുള്ളാൽ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ലോകത്ത് കൊറോണ പ്രതിസന്ധി ഉടൻ അവസാനിക്കില്ല എന്നും സൗദി ലോകത്തിന്റെ ഒരു ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ജനങ്ങൾ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുവാൻ തയ്യാറായില്ല എങ്കിൽ ആയിരങ്ങളിലേക്ക് രോഗം പടരുമെന്നും സൗദിയിൽ രോഗം സമൂഹ വ്യാപനത്തിന്റെ ഘട്ടത്തിലല്ല എന്നും ഒരാളിൽ നിന്ന് ആയിരങ്ങളിലേക്കാണ് രോഗം പടർന്നതെന്ന് നാം ഓർക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രോഗം വ്യാപിക്കാതിരിക്കാനാണ് നാം നിയന്ത്രണങ്ങൾ കൈക്കൊള്ളേണ്ടത്. കൊറോണയുടെ ലോകവ്യാപനം തുടങ്ങുന്നത് ജനുവരി ആദ്യഘട്ടത്തിലായിരുന്നു. മാർച്ച് 2-നാണ് സൗദിയിൽ ആദ്യ രോഗം കണ്ടത്. സൗദിയിൽ 80,000 ബെഡുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ 8,000-ഓളമാണ് തീവ്ര പരിചരണ വിഭാഗത്തിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് രോഗികളെ പ്രത്യേകം ചികിത്സിക്കുന്നതിനായി 2,000 ബെഡുകൾ ഒരുക്കി കഴിഞ്ഞു. 8,000 വെന്റിലേറ്ററുകളാണ് ആകെ ഉള്ളത്. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന സ്വദേശികളെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് കീഴിൽ പൂർത്തിയായിട്ടുമുണ്ട്. ഞായറാഴ്ചയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകുവാൻ സൽമാൻ രാജാവ് നിർദ്ദേശം നൽകിയത്. പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട മുഴുവൻ ഒരുക്കങ്ങളും ആവശ്യമായ മുൻകരുതലുകളും പൂർത്തിയായതായി സിവിൽ ഏവിയേഷൻ മേധാവി അൽ മൻസൂരി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. റിയാദ്, ജിദ്ദ, ദമാം വിമാനത്താവളങ്ങളിലാണ് സ്വദേശികളെ സ്വീകരിക്കുക. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ആവശ്യമായ നടപടികൾ വിമാനത്താവളങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളും സൗദി എയർലൈനുമായി സഹകരിച്ചാണ് മടക്കയാത്രകൾക്ക് വേണ്ട വിമാനങ്ങൾ സർവീസുകൾ ഒരുക്കുക. മടങ്ങി വരുന്നവരെ സ്വീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ 3 വിമാനത്താവളങ്ങളിലും വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തരം, ടൂറിസം, രാജ്യസുരക്ഷ എന്നിവരുടെ പങ്കാളിത്തത്തോടുകൂടി ഓപ്പറേഷൻ റൂം ഒരുക്കി കഴിഞ്ഞു. അതോടൊപ്പം ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച കോവിഡിനെതിരെ വേണ്ട മുൻകരുതൽ നടപടികൾ 3 വിമാനത്താവളങ്ങളിലും സ്വീകരിച്ചിട്ടുമുണ്ട്. യാത്രാ ഹാളുകൾ അണുമുക്തമാക്കുന്നതിനും ശുചീകരിക്കുവാനും നൂതനമായ ഉപകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളതും പരിസ്ഥിതിക്ക് ഉചിതവുമായ പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത്. മുഴുവൻ സമയ അണുമുക്തമാക്കലിന് ആളുകൾ ഉണ്ടായിരിക്കണം. എല്ലാ ഭാഗങ്ങളിലും കൈകൾ വൃത്തിയാക്കാനുള്ള സാനിറ്റൈസറുകളും കരുതി വയ്ക്കും. അതോടൊപ്പം ആവശ്യമായ മെഡിക്കൽ ഉപദേശങ്ങൾ നൽകുവാനും ആളുണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും സൗദിയിൽ നിന്ന് ഇത്രയധികം ആളുകൾക്ക് കൊറോണ സ്ഥിരീകരിച്ച ഈ സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതയിൽ തന്നെ തുടരണമെന്ന് തന്നെയാണ് ഇപ്പോൾ അപേക്ഷിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.